എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങു നിന്നും ഗംഭീര അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവരും തന്നെ ഈ ചിത്രത്തിലുണ്ട്. പ്രതീക്ഷിച്ചതിലും അപ്പുറം ചിത്രം എത്തിയോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷകൾക്ക് മുകളിൽ തന്നെയാണ് ലോക എന്ന ലോകം പ്രേക്ഷകരുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ എന്റെ മനസ്സിലുള്ള ഏകൊരു സംശയം, കല്യാണി പ്രിയദർശന് ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം ആപ്റ്റാവുമെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ തന്നെയാണ്. നസ്ലീന് കിട്ടിയ റോളും അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് ഇത്രയും മികച്ചൊരു ഹൈ ലെവൽ സിനിമയ്ക്ക് ചിത്രത്തിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർക്ക് മികച്ചൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ആദ്യ പകുതി അവസാനിക്കുന്ന ഹൈലൈറ്റ് എങ്ങു നിന്നും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം പകുതിയും ആ ഒരു ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്നതന്നെ ചിത്രം പൂർണ്ണമായും ഒരു മലയാള സിനിമയുടെ നാഴികക്കല്ലെന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രക്ക് ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങു നിന്നും ഗംഭീര അഭിപ്രായം. നമ്മൾ പ്രതീക്ഷിച്ച ക്യാമിയോസും ഗസ്റ്റ് അപ്പിയറൻസും കൊണ്ടും ചിത്രം സമ്പന്നമാണ്. ആ ഒരു മൂപ്പർ നമ്മൾ പ്രതീക്ഷിച്ച ആള് തന്നെയാണ്. പലർക്കും ഇഷ്ടമുള്ള നടന്മാർ പല ഗസ്റ്റ് അപ്പിയറൻസിൽ സൂപ്പർ ഹീറോയായി ചിത്രത്തിൽ എത്തുന്നുണ്ട് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ആ ഒരു ക്യാരക്ടറൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസും ബുക്ക് മൈ ഷോയിൽ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 4500 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ലോക ചാപ്റ്റർ 1 ചന്ദ്രയായി വിറ്റുപോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.